വെൽക്കം ബാക്ക് ടു നോട്ട്സ് ബുക്ക്. ഇപ്പോൾ നോട്ട്സ് ബുക്കിൽ ഇന്ന് നമ്മൾ നമ്മുടെ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറി കണ്ടിന്യൂ ചെയ്യാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് വേൾഡ് വാർ എത്തിയത് വരെയാണ്. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 28, 1914 ആണ്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ വന്നത് ഒരു സെർബിയക്കാരനായിരുന്ന ഗാവ്രിലോ പ്രിൻസപ്പ് ഓസ്ട്രിയൻ ഹെയർ ആയിരുന്ന ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ അസാസിനേറ്റ് ചെയ്തു തൊട്ടിട്ടാണ്. ഓസ്ട്രിയ അങ്ങനെ സെർബിയയ്ക്ക് നേരെ വാർ ഡിക്ലെയർ ചെയ്തു. അങ്ങനെ രണ്ട് രാജ്യങ്ങളുടെ അലയൻസ് എല്ലാവരും കൂടി പങ്കെടുത്തിട്ട് ഓൾമോസ്റ്റ് വേൾഡിലെ എല്ലാ നേഷൻസും ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു. അതുകൊണ്ടാണ് ഇത് വേൾഡ് വാറായിട്ട് മാറിയത്. ഫസ്റ്റ് വേൾഡ് വാർ ഓൾമോസ്റ്റ് 4 ഇയേഴ്സിലും കൂടുതൽ നീണ്ടു നിന്നിരുന്നു. അങ്ങനെ അത് എൻഡ് ചെയ്യുന്നത് 1918 11th നവംബറിനാണ് ഫസ്റ്റ് വേൾഡ് വാർ എൻഡ് ചെയ്തത്. അപ്പോൾ ഒരു വാറിന് ശേഷം എന്തായാലും രാജ്യത്ത് മുഴുവൻ ഒരുപാട് ക്രൈസിസുകളായിരിക്കും ഉണ്ടാവുക. പിന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ കുറച്ച് ആഫ്റ്റർ മാത്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾമോസ്റ്റ് 10 മില്യൺ പീപ്പിൾ, അത്രയും ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, ഒരുപാട് പേര് ഇഞ്ചേർഡായി. പിന്നെ മെയിനായിട്ട് വന്നിരുന്നത് യൂറോപ്പ് ഒരു എക്കണോമിക്കലി ഡോമിനേറ്റ് ചെയ്ത് നിന്നിരുന്ന സമയമായിരുന്നു ആ ഒരു 20th സെഞ്ച്വറിയും എല്ലാം. കാരണം ഇൻഡസ്ട്രിയലൈസേഷനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് യൂറോപ്പ് മുന്നോട്ട് നിൽക്കുന്ന ടൈമായിരുന്നു. പക്ഷേ ഈ ഒരു വാറിന് ശേഷം യൂറോപ്പിൻ്റെ ഡോമിനൻസ് പോയി, എക്കണോമിക് ഡോമിനൻസ് അവിടെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ യൂറോപ്പിന് നേരിടേണ്ടി വന്നു. മെയിനായിട്ടുള്ള ഒരു ആഫ്റ്റർ മാത്താണ് പോവേർട്ടി, അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ്. അത് വളരെയധികം വ്യാപിച്ചു. അതുപോലത്തെ ഒരുപാട് ആൾക്കാർക്ക് തൊഴിലുകളില്ലാണ്ടായില്ലേ. പിന്നെ ഒന്നാണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നാണയപ്പെരുപ്പം. അത് സാധനങ്ങളുടെയൊക്കെ വില കൂടി, ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാണ്ടായി സാധനങ്ങളൊക്കെ. പിന്നെ ഏഷ്യയിലും അതുപോലെ ആഫ്രിക്കയിലൊക്കെ ലിബറേഷൻ മൂവ്മെൻറ്റ്സിന് സ്ട്രെങ്ത് കൂടി, അതായത് സ്വാതന്ത്ര്യ സമരങ്ങൾ കൂടാൻ തുടങ്ങി. പിന്നെ ഒന്നാണ് അഗ്രികൾച്ചർ, അതുപോലെ ഇൻഡസ്ട്രി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇതൊക്കെ നശിച്ചു പോയി. കാരണം ഒരുപാട് യുദ്ധം കഴിഞ്ഞപ്പോൾ നമ്മുടെ അഗ്രികൾച്ചറൽ ലാൻഡുകൾക്കും ഒക്കെ ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായി. ഒരു യുദ്ധം കഴിഞ്ഞിരിക്കുകയല്ലേ, അപ്പോൾ എല്ലാ രാജ്യങ്ങളും തമ്മിൽ ഒരുപാട് ശത്രുതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ശത്രുതയൊക്കെ മാറ്റി ലോകത്തൊരു സമാധാനം സംരക്ഷിക്കുന്നതിനായിട്ട് വേണ്ടിയിട്ട് ഒരു സർവ്വരാഷ്ട്ര സഖ്യം, ലീഗ് ഓഫ് നേഷൻസ്, അതവിടെ ഫോം ചെയ്തു. ഇതൊക്കെയാണ് നമ്മുടെ വാറിന് ശേഷം ഉണ്ടായിരുന്ന മേജറായിട്ടുണ്ടായിരുന്ന ആഫ്റ്റർ മാത്സ് എന്ന് പറയുന്നത്. അടുത്താണ് പീസ് എഫേർട്സ് എന്ന് പറഞ്ഞാൽ സമാധാന ശ്രമങ്ങൾ. അപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് എഫേർട്സൊക്കെ പല രാജ്യങ്ങളും മുന്നോട്ടെടുത്ത് വരും. ഇപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ വിൻ ചെയ്തത് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ആണ്. മെയിൻലി അവരുടെ ഒരു അലൈസാണ് ഫസ്റ്റ് വേൾഡ് വാർ വിൻ ചെയ്തത്. അപ്പോൾ അവരുടെ കീഴിലായിട്ടാണ് ഫസ്റ്റ് ഒരു പീസ് കോൺഫറൻസ് അവിടെ പാരീസിൽ 1919 കൺവീൻ ചെയ്തു. 1919 പാരീസിലൊരു സമാധാന സമ്മേളനം നടന്നു. അപ്പോൾ ഈ ഒരു പീസ് കോൺഫറൻസിൽ ഇവർ ഡിസ്കസ് ചെയ്തത് പോസ്റ്റ് വാർ സിറ്റുവേഷൻ, വാർ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഇപ്പോഴത്തെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്യാൻ വന്നത്. ഇവർ ഇതിനകത്ത് ഒരുപാട് ട്രീറ്റീസൊക്കെ ഒപ്പുവെച്ചു, അതായത് സന്ധികളൊക്കെ ഒപ്പുവെച്ചു. അതിനകത്ത് മെയിനായിട്ടുള്ള ട്രീറ്റി ആയിരുന്നു ദ വെർസൈൽസ് ട്രീറ്റി. അത് ഇവർ സൈൻ ചെയ്തത് ജർമ്മനിയായിട്ടാണ്. 1990 വിത്ത് ജർമ്മനി സൈൻ ചെയ്ത വെർസൈൽസ് ട്രീറ്റിയാണ് ഇവർ ഒപ്പുവെച്ച ട്രീറ്റീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ദിസ് ട്രീറ്റി ജർമ്മൻ കോളനീസൊക്കെ ഈ വിജയിച്ചിട്ടുണ്ടായിരുന്ന ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെ കീഴിലേക്ക് ഡിവൈഡ് ചെയ്തു. ജർമ്മൻ കോളനീസിനെ ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ജർമ്മനിയുടെ മേലിൽ ഒരു യുദ്ധത്തിൻ്റെ നഷ്ടപരിഹാരമായിട്ട് ജർമ്മനിക്ക് ഹ്യൂജ് എമൗണ്ട് പേ ചെയ്യേണ്ടി വന്നു. കാരണം ജർമ്മനിയാണ് ഈ ഒരു യുദ്ധത്തിന് കാരണം കുറിച്ചെന്നുള്ള ഒരു യുദ്ധക്കുറ്റം വരെ ജർമ്മനിക്ക് നേരെ കെട്ടിവെക്കപ്പെട്ടു. അങ്ങനെ ജർമ്മനി ഒരുപാട് ഹ്യൂജ് എമൗണ്ട് വാറിൻ്റെ നഷ്ടപരിഹാരമായിട്ടും അടയ്ക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ജർമ്മനിയിലുണ്ടായിരുന്ന റിച്ച് മൈൻസും എല്ലാം ഈ അലൈസ് ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ ഒക്കുപ്പൈ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ജർമ്മനിക്ക് ഈ യുദ്ധക്കുറ്റം കെട്ടിവെക്കുകയും ചെയ്തു ജർമ്മനിയുടെ മുകളിൽ. അതുപോലെ തന്നെ അവരെ ഡിസാം ചെയ്യുകയും ചെയ്തു. പീരിയഡ് ഓഫ് ഡിപ്രഷൻ, അതായത് സാമ്പത്തിക മാന്ദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വാറിൻ്റെ ആഫ്റ്റർ മാത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു എക്കണോമിക് ഡോമിനൻസ് ഒക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളത്. അതായത് ഒരു എക്കണോമിക് ഡോമിനൻസ് നഷ്ടപ്പെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എന്താണ്, സാമ്പത്തിക മാന്ദ്യം തന്നെ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പിക്ചേഴ്സൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയാൽ ഇതാ ജോബ്ലെസ് ആയിട്ടുള്ള ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതാണ് മെയിൻലി ലണ്ടനിൽ, അതുപോലെ ഫ്രാൻസിൽ ഒക്കെ
ഒരുപാട് ആൾക്കാർക്ക് അവിടെ അൺഎംപ്ലോയ്മെൻ്റ് ആണ് അവർ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്, കാരണം ജോബുകളൊന്നും ഇല്ലാണ്ടായി. ഇപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഒരു ഫോക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത് തന്നെ യൂറോപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വേൾഡ് വാറിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ ഏൽക്കേണ്ടി വന്നതും യൂറോപ്പിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ സംഭവിച്ചത്. ഈ ഒരു എക്കണോമിക് ഡിപ്രഷൻ കാരണം തന്നെ എക്കണോമിക്കലിയും പൊളിറ്റിക്കലിയും ഒക്കെ യൂറോപ്യൻ നേഷൻസ് ഒരുപാട് സഫർ ചെയ്തു. ഒരുപാട് റൂളിംഗ് ഡൈനാസ്റ്റീസ് റഷ്യയിലെയും ജർമ്മനിയിലെയും ഒക്കെ റൂളിംഗ് ഡൈനാസ്റ്റീസിനൊക്കെ അവരുടെ പവറൊക്കെ ലോസ് ചെയ്തു. ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാർ ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു രാജ്യമായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ കൺട്രീസൊക്കെ അമേരിക്കയിൽ നിന്ന് ലോണുകളൊക്കെ സംഘടിപ്പിക്കാൻ യൂറോപ്യൻ നേഷൻസിന് പറ്റി. അപ്പോൾ തന്നെ അമേരിക്കയുടെ എന്താ പറയുക മേധാവിത്വം, അല്ലെങ്കിൽ അവരവിടെ ഡോമിനേറ്റ് ചെയ്ത് വരികയായിരുന്നു. അങ്ങനെ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെയൊക്കെ ഒരു ബേസിസ് ആയിട്ട് ബ്രിട്ടീഷ് പൗണ്ട് മാറിയിട്ട് US ഡോളേഴ്സായി മാറി. അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒരു ന്യൂ എക്കണോമിക് പവറായിട്ട് തന്നെ എമേർജ് ചെയ്തു. യൂറോപ്പിന് മുകളിലായിട്ട് അവരൊരു എക്കണോമിക് പവറായിട്ട് എമേർജ് ചെയ്തു. പക്ഷേ ഈ അമേരിക്കയുടെ ഈ ഒരു എക്കണോമിക് ഗ്രോത്തും അധികം നീണ്ടു നിന്നില്ല. കാരണം 1929 ഒരു വേൾഡ് എക്കണോമിക് ക്രൈസിസ് അവിടെ ഉണ്ടായി. ആ ക്രൈസിസ് ഒറിജിനേറ്റ് ചെയ്തത് അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ ആ ക്രൈസിസിനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു യുദ്ധത്തിൻ്റെ ഇമ്പാക്റ്റായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് ആൾക്കാർ പാപ്പരായി. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാൻ അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടെത്തി. അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ ഒരുപാട് പ്രൊഡക്ട്സൊക്കെ ഫാക്ടറികളിൽ വിറ്റൊഴിക്കാണ്ട് അങ്ങനെ കെട്ടിക്കിടക്കാൻ തുടങ്ങി. പിന്നെ അമേരിക്കയിൽ നിന്നാണല്ലോ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ലോൺ എടുത്തത്. ഇതൊക്കെ തിരിച്ചടയ്ക്കാൻ യൂറോപ്യൻ നേഷൻസിന് പറ്റാണ്ടായി. അതിലൊക്കെ അവർ ഫെയിലായി. പിന്നെ ബാങ്കുകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ബാങ്കുകളൊക്കെ തകരാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ കൂടി, അതായത് പണപ്പെരുപ്പം കൂടി. പിന്നെ തൊഴിലില്ലായ്മയും പോവർട്ടിയും ഇതൊക്കെ ഉയർന്നു വന്നു. അപ്പോൾ ഈ ഒരു ക്രൈസിസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ നേഷൻസ് കണ്ടെത്തിയ വഴി എന്താണെന്ന് വെച്ചാൽ അവരുടെ കോളനീസിൻ്റെ മേലിൽ ഹെവി ടാക്സ് ഇമ്പോസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു ഇമ്പീരിയലിസ്റ്റ് നേഷൻസിൻ്റെ ഒക്കെ ഈ എക്കണോമിക് ക്രൈസിസിൻ്റെ ഒരു ബാധ്യത കൂടിയും ഈ കോളനീസിൻ്റെ മേലെയായി. നെക്സ്റ്റ് വരുന്ന മെയിൻ ടോപ്പിക്കാണ് ഫാസിസം ആൻഡ് നാസിസം. ഗ്രേറ്റ് ഫിലിം മേക്കറായിരുന്നു ചാർലി ചാപ്ലിൻ. അപ്പോൾ ചാർലി ചാപ്ലിൻ്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന മൂവിയിൽ നിന്നുള്ള ഒരു ഡയലോഗാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചാർലി ചാപ്ലിൻ്റെ വ്യൂ ഓൺ ഡിക്റ്റേറ്റർഷിപ്പാണ് മുകളിൽ നിന്നുള്ള ആ ഡയലോഗ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം ജനങ്ങളോടായിട്ട് പറയണം, ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. മനുഷ്യൻ്റെ അത്യാർത്തിയാണ് ഇപ്പോൾ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തത്തിന് കാരണമായത് തന്നെ. പിന്നെ ഈ ഡിക്റ്റേറ്റർഷിപ്പ് അതെല്ലാം അവസാനിക്കും. ജനങ്ങളിൽ നിന്ന് തന്നെ തട്ടിയെടുത്തിട്ടുള്ള അധികാരങ്ങളൊക്കെ ജനങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തും ഈ ഒരു ഡിക്റ്റേറ്റേഴ്സിൻ്റെ മരണത്തോട്. പിന്നെ മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വാതന്ത്ര്യം നശിക്കില്ല, ലിബർട്ടി ഉണ്ടാവും എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് അദ്ദേഹം ഇതിൽ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ ബോത്ത് അലൈസ്, അതായത് വിജയിച്ചതായാലും പരാജയപ്പെട്ട രണ്ട് അലൈസിനെയും ഒരുപോലെ തന്നെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മിക്ക യൂറോപ്യൻ ഗവൺമെൻറ്റ്സും അവരുടെ പവറൊക്കെ അവർക്കൊക്കെ ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുകളൊക്കെ ഒരുപാട് മിസറിയിലായിരുന്നു. അൺഎംപ്ലോയ്മെൻറ്റ്, പോവർട്ടി, ഇൻഫ്ലേഷൻ ഇതൊക്കെയായിരുന്നു രാജ്യങ്ങളിലൊക്കെ മുന്നിട്ട് നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനെ, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷനെ മുതലെടുത്തിട്ട് വളർന്നു വന്ന രണ്ട് ഐഡിയാസാണ് ഇറ്റലിയിലുണ്ടായിരുന്ന ഫാസിസവും അതുപോലെ ജർമ്മനിയിൽ വന്ന നാസിസവും. എക്കണോമിക്കലി ഉള്ള ഒരു തകർച്ചയും അതേപോലെ യുദ്ധത്തിൽ ജയിച്ചവരോടുണ്ടായിട്ടുള്ള ആ ഒരു പ്രതികാര മനോഭാവവും പിന്നെ അതുപോലെ തന്നെ ഒരു എയിംലെസ്നെസ്, ഏത് രാജ്യത്തിനും എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്നൊരു അവസ്ഥയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ലക്ഷ്യബോധമില്ലായ്മ തുടങ്ങിയ അങ്ങനത്തെ ഫാക്ടേഴ്സൊക്കെ ഈ ഐഡിയോളജീസിനൊക്കെ മുന്നോട്ട് വരാൻ ഭയങ്കരമായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്തു. ഇപ്പം നമുക്ക് ഫാസിസത്തിലെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. എന്താണ് ഫാസിസം, അതിൻ്റെ കുറച്ച് സവിശേഷതകളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ജനാധിപത്യത്തോടുള്ള ഒരു വിരോധമായിരുന്നു ഇവരുടെ മെയിനായിട്ടുണ്ടായിരുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ഡെമോക്രസിയോട് ഇവർക്ക് ഒരു വിരോധമായിരുന്നു. പിന്നെ സോഷ്യലിസത്തിനോടും ഒരു എതിർപ്പായിരുന്നു ഫാസിസത്തിനുണ്ടായിരുന്നത്. ദെൻ ഗ്ലോറിഫൈങ് ദ നേഷൻ, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ, സ്വന്തം രാജ്യത്തിനെ ഗ്ലോറിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു വേറെ ഒരു ഐഡിയോളജി ക്യാരക്ടറിസ്റ്റിക്സ് ഇവരുടേതുണ്ടായിരുന്നത്. പിന്നെ ഒന്നാണ് അഡോറിങ് ദ പ്യൂരിറ്റി ഓഫ് റേസ്, അതായത്
വംശമഹിമ ഉയർത്തിപ്പിടിക്കുക. അപ്പോൾ അവരുടെ ഒരു റേസിനെ അഡോർ ചെയ്യുക എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെച്ചത്. പിന്നെ ഇപ്പോൾ നടന്ന യുദ്ധത്തിനൊക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അഗ്രസീവ് നാഷണലിസം, അതായത് തീവ്ര ദേശീയത, അത് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ വേറൊരു മെയിൻ ആയിട്ടുണ്ടായിരുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്. ദെൻ ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ, അതായത് ഡൈഫൈങ് ദ പാസ്റ്റ്. ആർട്ടിലൂടെയും ലിറ്ററേച്ചറിലൂടെയും എഡ്യൂക്കേഷനിലൂടെയും ഒക്കെ ഇവരുടെ ഈ ഐഡിയോളജീസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. സൈനിക സ്വേച്ഛാധിപത്യം, അതായത് മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പിനെയും ഇവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റിവൽസ്, അതായത് ഇവരുടെ എല്ലാ രാഷ്ട്രീയമായിട്ടുണ്ടായിരുന്ന എല്ലാ എതിരാളികളെയും ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ വേറൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഫാസിസത്തിൽ വരുന്ന കുറച്ച് മെയിനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. മുസോളിനി ആൻഡ് ഫാസിസത്തിൻ്റെ മെയിൻ ലീഡറായിരുന്നു ബെനിറ്റോ മുസോളിനി. അപ്പം ബെനിറ്റോ മുസോളിനിയെ സംബന്ധിച്ചിടത്തോളം തന്നെ വാർ ഇസ് ടു മാൻ വാട്ട് മെറ്റർണിറ്റി ഇസ് ടു വിമൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, കാരണം അദ്ദേഹം എത്രത്തോളം വാറിനെ അല്ലെങ്കിൽ വയലൻസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നത്. അപ്പോൾ ഇറ്റലിയിൽ എങ്ങനെയാണ് ഫാസിസം പവറിലേക്ക് വന്നതെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഈ ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്നതിന് മുന്നേ തന്നെ 2 അലയൻസുകൾ, മിലിറ്ററി അലയൻസസ് യൂറോപ്യൻ നേഷൻസ് ഫോം ചെയ്തതായിട്ട് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റോണ്ടും. അപ്പോൾ ഇറ്റലി ഉണ്ടായിരുന്നത് ട്രിപ്പിൾ അലയൻസിലായിരുന്നു. പക്ഷേ വാർ ബ്രോക്കൗട്ട് ചെയ്തപ്പോൾ ഇറ്റലി ട്രിപ്പിൾ അലയൻസിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും കൂടെ ചേർന്നിരുന്നു. അപ്പോൾ വാർ എൻഡ് ചെയ്തപ്പോൾ വിജയിച്ചത് ബ്രിട്ടനും ഫ്രാൻസും ആണല്ലോ. അപ്പോൾ ഇറ്റലി ഉണ്ടായിരുന്നത് വിക്ടേഴ്സിൻ്റെ സൈഡിലായിരുന്നിട്ട് പോലും ഇറ്റലിക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടായില്ല. അതാണ് ഒരു റീസൺ. പിന്നത്തെ റീസൺ എന്ന് പറയുന്നത് ആൾക്കാരെ ഗവൺമെൻറ്റിൽ നിന്ന് വിട്ടു നിർത്തിയ കുറച്ച് സിറ്റുവേഷൻസാണ്. ലൈക്ക് ഇൻഡസ്ട്രീസിൻ്റെയൊക്കെ തകർച്ച, പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ്, പിന്നെ ടാക്സ് കൂടുന്നു, ഇൻഫ്ലേഷൻ, അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സൊക്കെ കൂടെ വന്നപ്പോൾ ജനങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ തുടങ്ങി പോസ്റ്റ് വാർ പീരീഡിൽ. ഇറ്റലി സോഷ്യലിസത്തിലേക്ക് നീങ്ങുമോ എന്ന ഇൻഡസ്ട്രിയലിസ്റ്റിൻ്റെ പേടി, അത് ഇൻഡസ്ട്രിയലിസ്റ്റുകൾക്ക് ഒരു ഭയമുണ്ടായി. ഇറ്റലി സോഷ്യലിസത്തിലേക്ക് പോയാൽ അവരുടെ ലാഭങ്ങളൊക്കെ അവിടെ നിൽക്കും, അപ്പോൾ അവർക്ക് വേറെ വഴിയില്ല, ഫാസിസത്തിന് സപ്പോർട്ട് ചെയ്യുക അല്ലാണ്ട് വേറെ വഴിയില്ല. അങ്ങനെയും ഒരു സപ്പോർട്ട് ഫാസിസത്തിന് കിട്ടി. അപ്പോൾ ബെനിറ്റോ മുസോളിനി ഇറ്റലിയിൽ പൊളിറ്റിക്കലിയും അതേപോലെ എക്കണോമിക്കലിയൊക്കെയായിട്ട് ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ഒരുപാട് റിഫോംസൊക്കെയാണ് കൊണ്ടുവന്നിരുന്നത്. ഒരു സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഒരുപാട് മെഷേഴ്സാണ് അദ്ദേഹം മുന്നോട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വയലൻസ് ആയിരുന്നു അവരുടെ മെയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, വയലൻസ് തന്നെയായിരുന്നു. അപ്പോൾ സോഷ്യലിസ്റ്റുകളെയും അതേപോലെ ഈ പെസൻസ് ആൻഡ് വർക്കേഴ്സിൻ്റെയൊക്കെ ലീഡേഴ്സിനെയൊക്കെ രാജ്യത്തിൻ്റെ തന്നെ എനിമീസായിട്ടാണ് അവർ ടാഗ് ചെയ്തിരുന്നതിനെ, പ്രൊക്ലെയിം ചെയ്തത് തന്നെ. ഫാസിസ്റ്റ് പാർട്ടിയെ ആരൊക്കെ ഓപ്പോസ് ചെയ്തോ അവരെയെല്ലാം എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു നടപടി എന്ന് പറയുന്നത്. അപ്പം മുസോളിനിയുടെ എയിം എന്തായിരുന്നു വെച്ചാൽ ഒരു ഏൻഷ്യൻ്റ് റോമൻ എംപയർ അവിടെ റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതായിരുന്നു മുസോളിനിയുടെ എയിം തന്നെ. അപ്പോൾ ഈ ഒരു റോമൻ എംപയറിൻ്റെ, ഒരു ഏൻഷ്യൻ്റ് റോമൻ എംപയർ റിസ്റ്റോറേഷൻ പോലെ അദ്ദേഹം ഒരുപാട് ഏൻഷ്യൻ്റ് റോമൻ അഡ്മിനിസ്ട്രേഷനിൽ യൂസ് ചെയ്തിരുന്ന സിമ്പിൾസ് എല്ലാം ഇവിടെ അഡോപ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ റൂളിൽ. അപ്പോൾ അതിനകത്തുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മിലിറ്ററി ഫോഴ്സിന് പറയുന്ന പേരാണ് ബ്ലാക്ക് ഷർട്ട്സ് എന്നായിരുന്നു. കരിങ്കുപ്പായക്കാർ, ബ്ലാക്ക് ഷർട്ട്സ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മിലിറ്ററി ഫോഴ്സിനെ തന്നെ അറിയപ്പെട്ടിരുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഈ ഓപ്പണൻസിനെ, അതായത് ഫാസിസത്തിനെ എതിർത്തവരെയൊക്കെ ഭയങ്കരമായിട്ടുള്ള സപ്രഷനായിരുന്നു, അഗ്രസീവ്ലി ആയിരുന്നു മുസോളിനി സപ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുസോളിനി ഫോളോ ചെയ്തിരുന്നത് വളരെ അഗ്രസീവായിട്ടുള്ള ഫോറിൻ പോളിസീസൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ അഗ്രസീവായിട്ടുള്ള ഫോറിൻ പോളിസീസൊക്കെ വെച്ചിട്ട് അദ്ദേഹം ഒരുപാട് രാജ്യങ്ങളെയൊക്കെ കോങ്കർ ചെയ്തു, ലൈക്ക് അൽബേനിയ, എത്യോപ്യ ഒക്കെ. അപ്പോൾ ഈ മുസോളിനിയുടെ ഈ ഒരു നീക്കങ്ങളിന്, അത് അത്രയും ഡിക്റ്റേറ്റർഷിപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ അഗ്രസീവായിട്ടുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ലോകത്ത് വേറൊരു വാറിന് തന്നെ ഒരു വഴിയൊരുക്കുകയാണ് ചെയ്തത്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.